പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുമായി യാത്ര പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. നമ്മൾ കാണുന്ന പല ദൃശ്യങ്ങളും ഞെട്ടിക്കുന്നതാണ്. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത്. മലപ്പുറം എടപ്പാളിൽ നിന്നുള്ള ഈ ദൃശ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണും. നെഞ്ച് കാളിപ്പോകുന്ന ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. മലപ്പുറത്ത് എടപ്പാളിൽ നിന്നുള്ള ദൃശ്യമാണ്. 2 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. നല്ല സ്പീഡിൽ വരുന്ന കാറ് ഒന്ന് വലത്തോട്ട് വെട്ടിച്ചതുകൊണ്ട് മാത്രം വലിയ ദുരന്തം ഒഴിവായി. പക്ഷേ കാറിൻ്റെ ബോഡിയിൽ തട്ടി കുഞ്ഞ് വീഴുന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഉമ്മയുമൊത്ത് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് കുഞ്ഞ്. അപ്രതീക്ഷിതമായി റോഡിലേക്ക് കുഞ്ഞ് അമ്മയുടെ കൈവിട്ട് അമ്മയുടെ ശ്രദ്ധ വെട്ടിച്ച് ഓടി. 2 വയസ്സേ കുഞ്ഞിന് പ്രായമുള്ളൂ. കാറ് തട്ടി പരിക്കേറ്റു. ചങ്ങരംകുളം പള്ളിക്കര സ്വദേശിയായ റാഷിദിന്റെ മകൻ ഐസാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടിയുടെ വലത് കാലിന് പരിക്കേറ്റു. ആ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം വലിയ ദുരന്തമാണ് ഒഴിവായത്. ആ സമയത്ത് വളരെ പെട്ടെന്ന് റിഫ്ലക്സിലൂടെ വലത്തേക്ക് വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാതെ ആലോചിച്ച് നോക്കൂ. ഉള്ളിൽ കാളിപ്പോ നമുക്ക് ആ ദൃശ്യം കാണുമ്പോൾ, അല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? ഇതേപോലെ കുഞ്ഞു കുറുമ്പന്മാർ, നേരത്തെ നമ്മൾ ഒരു 3 വയസ്സുകാർ ഇതേപോലെ കൈ പിടിവിട്ട് ഓടിയത് നമ്മുടെ മുൻപിലുണ്ട്. ഒരു മുത്തശ്ശിയുടെ കൈ പിടിവിട്ട് ഓടി ഒടുവിൽ ഒരു വാഹനത്തിന് കീഴിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട കഥ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് മലപ്പുറത്ത് സംഭവിച്ചതാണ്. 2 വയസ്സ് മാത്രമാണ് കുഞ്ഞിന് പ്രായം. കുറുമ്പന്മാരും കുറുമ്പത്തികളും ഒന്നും കൂടെ നിൽക്കില്ല. അപ്പോൾ അവരുടെ കൈ ഒരു ചങ്ങല പോലെ എപ്പോഴും കൈ പിടിച്ചോളുക. ഇല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് അവരെ തോളിലെടുത്ത് വെച്ചോളുക. ഇല്ലെങ്കിൽ കടയിൽ ഏതെങ്കിലും ഉയരമുള്ള ഒരു സ്ഥലത്ത്, കൈ എത്താവുന്ന ഒരു സ്ഥലത്ത് അവരെ മാറ്റി നിർത്തി എന്തെങ്കിലും കളിപ്പാട്ടം കയ്യിൽ കൊടുത്തേക്കുക. ഇല്ലെങ്കിൽ ഈ കുറുമ്പന്മാരെ ഇറങ്ങി ഓടും. നല്ല തിരക്കുള്ള റോഡാണ്. റോഡ് മറികടന്നായിരിക്കും കുട്ടി പോവുക. കുട്ടിക്ക് അങ്ങനെ ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. കുട്ടി ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഓടും. 2 വയസ്സല്ലേ ഉള്ളൂ. കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ണൊന്ന് വെട്ടിയാൽ മതി, മനസ്സൊന്ന് പാളിയാൽ മതി, കുഞ്ഞ് റോഡിലായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ്. നമുക്ക് സോണൽ നമുക്കൊപ്പമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ. സോണൽ, വെരി ഗുഡ് മോർണിംഗ് സോണൽ. വല്ലാതെ ഞെട്ടിച്ചൊരു ദൃശ്യമായി പോയി കേട്ടോ. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം കുഞ്ഞ്. അതാ ഡ്രൈവർ ആ സമയത്ത് സമയോചിതമായി വലത്തോട്ടൊന്ന് ഓടിച്ചതുകൊണ്ട് മാത്രം, എന്നിട്ട് ആ സമയത്ത് തന്നെ ബ്രേക്ക് ചെയ്ത് നിർത്തുകയും ചെയ്തു. കുഞ്ഞിൻ്റെ കാലിനിപ്പോൾ എങ്ങനെയുണ്ട് സോണൽ? അരുൺകുമാർ, ആ ഡ്രൈവറുടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ അത് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം എടപ്പാളിനടുത്ത് പടിഞ്ഞാറങ്ങാടിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അമ്മയ്ക്കൊപ്പം സാധനം വാങ്ങാൻ വന്നതാണ് ഈ 2 വയസ്സുകാരനായിട്ടുള്ള കുട്ടി. പക്ഷേ ആ കടയിൽ നിൽക്കുമ്പോൾ അമ്മയുടെ കൈ വെട്ടിച്ച് ഈ കുട്ടി പെട്ടെന്ന് റോഡിലേക്ക് ഓടുന്നത് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. ആ കാറ് വരുന്നുണ്ട്. കാറ് ആ ഇടത്തോട്ട് ഒടിച്ച് പെട്ടെന്ന് തന്നെ നിർത്തിയത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളത് തന്നെയാണ്. ആ കുട്ടിയുടെ കാലിന്, 2 വയസ്സുകാരൻ്റെ വലതു കാലിൻ്റെ എല്ലിന് പൊട്ടലുണ്ട്. ആ അപകടം നടന്ന ഉടൻ തന്നെ ആ കുട്ടിയെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വേണ്ട ചികിത്സ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നുള്ളത് ആ കുടുംബം പറയുന്നു. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായതിൻ്റെ ഒരു ആശ്വാസം ആ കുടുംബത്തിനുണ്ട് എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിലൊരു അപകടം നമ്മൾ വൈലത്തൂരിനടുത്ത് വെച്ച് കണ്ടതാണ്. ഒരു ഉമ്മയും കുട്ടിയും പോകുമ്പോൾ ആ കുട്ടി റോഡിലേക്ക് നടന്നു നീങ്ങി പെട്ടെന്ന് ഓടുന്നു, ബൈക്കിടിച്ച് വീഴുന്ന സാഹചര്യം. അപ്പോൾ രക്ഷിതാക്കൾ ഉൾപ്പെടെ കുട്ടികളുമായി പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ളത് തന്നെയാണ് ഈ സംഭവം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലപ്പുറത്താണ് ഈ സംഭവം നടന്നത്. എന്നാലും നിർഭാഗ്യകരമായ ഒരു സംഭവം. പക്ഷേ ഒരു ചെറിയ ഭാഗ്യം കൂടി ഉള്ളത്, അത്രയേ സംഭവിച്ചുള്ളൂ എന്ന് നമ്മൾ പറയും.